ഇന്നിവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല മടിയും. അതുകൊണ്ട് ഈ ക്രാഫ്റ്റിൻ്റെ പകുതി മുക്കാൽ ഞാൻ ബെഡിലിരുന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ഒരു വൈറ്റ് കളർ ക്യാൻവാസാണ്. എന്നിട്ട് അതിൻ്റെ ഒത്ത നടുക്ക് ഒരു ബിഗ് ഹാർട്ട് ഷേപ്പും വരച്ചു. പിന്നെ അതിന് ചുറ്റുമുള്ള സ്പേസ് ഇതുപോലെ കോക്കാച്ചിന്നോ മാക്കാച്ചിന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അതുങ്ങളെ ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നു, ആ ജീവികളെ. ഒരുമാതിരി ഡൂഡ്ലിങ് പോലെ. അപ്പോൾ ഞാൻ നരുട്ടോൻ്റെ ഒരു എപ്പിസോഡ് ഇട്ട് ആ ഫുൾ സ്പേസ് അങ്ങനെ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ ഒരു കറുത്ത മാർക്കർ എടുത്തിട്ട് ആ പെൻസിൽ വെച്ച് വരച്ചതൊക്കെ ഹൈലൈറ്റ് ചെയ്യുക. എനിക്ക് വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകുന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം പെൻസിൽ വെച്ച് വരച്ചത്. അതും പോരാഞ്ഞിട്ട് എനിക്കാണ് കിട്ടിയ അക്രൈലിക് മാർക്കറിൻ്റെ ടിപ്പ് ഒരുമാതിരി പെയിൻറ്റിങ് ബ്രഷിൻ്റെ ടിപ്പ് പോലെ ആയിരുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി സമയം പിടിക്കുമായിരുന്നു ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ഞാനൊരു എപ്പിസോഡ് ഫുള്ള് കണ്ടുകൊണ്ടിരുന്ന് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആയി കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ നടുക്കത്തെ ഗ്യാപ്പ് ഫിൽ ചെയ്യണം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ക്രേപ്പ് പേപ്പറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ റിബൺ പോലത്തെ ക്രേപ്പ് പേപ്പർ ഉണ്ടായിരുന്നു. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബിഗ് ഷീറ്റായിട്ട് മേടിക്കാൻ കിട്ടും. ഇതിപ്പം മുറിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ സ്ക്വയർ പോലെ ഒന്നോ റെക്റ്റാങ്കിൾ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇതിങ്ങനെ ഈവൻ പോലെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് കളക്ട് ചെയ്യുക. എന്നിട്ട് പശ തേച്ചതിന് ശേഷം ഞാനിവിടെ ഒരു പെൻസിൽ എടുത്തിരിക്കുന്നത്. എനിക്ക് ബാക്കിൽ റബ്ബറുള്ള പെൻസിൽ ഇത് ചെയ്യാൻ ഭയങ്കര സുഖമായിട്ട് തോന്നി. ഇതിൻ്റെ പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. ആ പേപ്പർ എടുക്കുക, ആ റബ്ബറുള്ള ടിപ്പിൽ ഇങ്ങനെ വെക്കുക, ട്വിസ്റ്റ് ചെയ്യുക, പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. വിചാരിച്ചു അല്ല, എനിക്ക് കുറേ സമയം പിടിച്ചു. ഒരു ഫുൾ സിനിമ കണ്ട് തീർത്താണ് ഞാൻ ആ ഹൃദയം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തത്. പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഇതിന് ചുവന്ന ഹൃദയവും കറുത്ത കോക്കാച്ചികളും എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻ്റായിട്ട് പറയുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പം ബൈ, പിന്നെ കാണാം.